നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തികേ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നീ സത്യാമ്മയ്ക്ക് മുന്നിൽ നിർത്തിയ 100 കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഒരൊറ്റ നേര് കൊണ്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയാൻ പോവുക. എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു തീർപ്പ് ഇന്നിവിടെ ഉണ്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹായ് അങ്കിൾ. ഹായ് മോളു. ഇപ്പൊ കൈയുടെ വേദനയൊക്കെ മാറിയോ? മാറി അങ്കിൾ. ആ നോട്ട് എന്നിലേക്ക് എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ തന്നെ അയാൾ വന്നിരിക്കുന്നത്. ഇയാള് പറയുന്ന സത്യങ്ങൾ കേട്ട് സത്യം എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുന്ന ചടങ്ങ് മാത്രമേ ഇനി നടക്കാനുള്ളൂ. അധികം താമസിയാതെ അതും നടക്കും. എന്റെ കൃഷ്ണ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഇവിടേക്ക് പോവും. സത്യമേ, ജയശങ്കറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കുകയായിരുന്നു. ഇതാ വിഷ്ണു. ഹലോ, ഞാൻ ജയശങ്കർ. ഞാൻ ഇതിനു മുമ്പോട് വന്നിരുന്നു 2 തവണ. അവസാനം ഇവിടുന്ന് പോകുമ്പോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരിക്കൽ കൂടി എനിക്കൊരു കാര്യത്തിനായി വരേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ജയശങ്കർ, നേരെ കാര്യത്തിലേക്ക് കടക്കാം. അവൾ ഇരയിട്ട് കഴിഞ്ഞു. ഇനി അതിൽ പിടിച്ച് ജയശങ്കറിന് കയറേണ്ട താമസമേ ഉള്ളൂ. ഇനി അവൻ പറയുന്നതാണ് സത്യം. ഒരു കുടുംബം മുഴുവൻ എന്റെ നേരെ വാളൂങ്ങി വരുമല്ലോ ദൈവമേ. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടി അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതൊരു ചതിയുടെ കഥയാ. ആദ്യം നിങ്ങളതറിയണം. ഒരു വിവാഹം കഴിച്ച് സെറ്റിൽ ആവുക എന്നത് ഏതൊരാളിന്റെയും പോലെ എന്റെയും ആഗ്രഹമായിരുന്നു. അങ്ങനെയാ വീട്ടുകാരുടെ എല്ലാം നിർബന്ധത്തിന് അവസാനം വഴങ്ങി ഞാൻ അവളെ പെണ്ണ് കാണാൻ ചെന്നത്. എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. എനിക്കിനി വയ്യ ഈ ഭാരവും പേര് ജീവിതം തള്ളി നീക്കാൻ. തീർന്നു കാർത്തികേ, ഇനി നിനക്കിറങ്ങാം എന്നേക്കുമായി ഇവിടുന്ന്. അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമായി. അവര് ഒരു സാധാരണക്കാരാ. മകളുടെ കല്യാണത്തിന് വേണ്ടി അവരെനിക്ക് അവരുടെ സമ്പാദ്യം മുഴുവൻ തരാൻ തയ്യാറായി. പക്ഷെ ഞാനെന്ന് അവരോട് പറഞ്ഞതേ അവരുടെ മകളെ മാത്രം മതിയെന്ന. പക്ഷേ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് എന്നെ, എന്റെ ബന്ധുക്കളെ, അവളുടെ അച്ഛനെ അമ്മയൊക്കെ ചതിച്ചുകൊണ്ട് അവള് ഏതോ ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്റെ കുടുംബത്തിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. എന്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി. എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ ഒരു കാമുകന്റെ കൂടെ ജീവിക്കണ്ട. അവളെ കണ്ടിട്ട് കൊല്ലാനായിട്ടാ ഇനി എന്റെ ജീവിതം. മേഡമല്ലേ പറഞ്ഞത് അവൾ ഇവിടെ ഉണ്ടെന്ന്? അവളെ വിളിക്കേ. ജയശങ്കർ പറഞ്ഞ പെൺകുട്ടിയുടെ പേരെന്താ? കാർത്തിക. എനിക്കറിയണം സത്യാമ്മേ, എന്തിനാ പാവം പിടിച്ച അച്ഛനും അമ്മയും പറ്റിച്ചെന്ന് എനിക്ക് ചോദിക്കണം.
എന്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം. എന്റെ മുന്നിലേക്ക് വേഗം വിളിക്കവളെ. കാർത്തികേ, തീർന്നു. പിടിച്ചു നിന്നതും പിടിച്ചടക്കിയതും എല്ലാം തീർന്നു. ഈ പത്മവ്യൂഹം പൊട്ടിച്ച് ഇറങ്ങി ഓടാനും കഴിയുന്നില്ലല്ലോ ദൈവമേ. കാർത്തികേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. നിന്നെ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. നിനക്ക് ആളെ മനസ്സിലായില്ലേ? കാർത്തികേ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നീ സത്യാമ്മയ്ക്ക് മുന്നിൽ നിർത്തിയ 100 കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഒരൊറ്റ നേര് കൊണ്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയാൻ പോവുക. ഒളിക്കാൻ ഇനിയൊരു മാർഗമോ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തിരുമ്പോ ഇനി നിന്റെ മുന്നിലില്ല. സത്യാമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം വീണ അവരൊരു പക്ഷെ നിന്റെ ജീവൻ ബാക്കി വെച്ചേക്കും. ജീവൻ. ഇയാൾ ഇവിടെ പറഞ്ഞതെല്ലാം സത്യമാണോ? ഈ നിൽക്കുന്ന ജയശങ്കരൻ നിനക്ക് അറിയാവോന്ന്? കാർത്തികേ, നിന്നോടാ ചോദിച്ചത് ഇയാളെ നിനക്ക് അറിയാമോന്ന്. പറയടി, അറിയോ ഇല്ലയോ? ഇതാണോ നിങ്ങൾ പറഞ്ഞ കാർത്തിക? ഇത് പക്ഷെ ഞാൻ പറഞ്ഞ കാർത്തിക അല്ല. എന്താ ജയശങ്കർ പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചു വന്ന കാർത്തിക ഇതല്ലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.